ഒരു പേനയോ പെൻസിലോ എടുത്ത് വരച്ചു തുടങ്ങി കഴിഞ്ഞാൽ ആ തീരുന്നത് വരെ ഞാനത് കൈയെടുക്കത്തില്ല. മലബാർ ഗോൾഡിൻ്റെ കോ ചെയർമാനായ ഡോക്ടർ PA ഇബ്രാഹിം ഹാജി, അദ്ദേഹത്തിൻ്റെ വീട് ഞാനാണ് ചെയ്തത്. ഒരു 50,000 സ്ക്വയർ ഫീറ്റോളം വലിപ്പമുള്ള വീടാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇരുന്നാണ് ഞാനിത് വരച്ചത്. അതുപോലെ തന്നെയാണ് അരൂർ പള്ളിയും വരച്ചതെന്ന് ഞാൻ അതെ. അതിൻ്റെ സൈറ്റിൽ പോയി നിൽക്കുന്ന സമയത്ത് അവിടുന്ന് മോള് മാവിൻ്റെ ഒരു ഇല വന്ന് പറന്ന് എൻ്റെ മുമ്പിൽ വന്ന് വീഴുകയും ആ ഇല ഞാൻ നടുക്കത്തെ ഞരമ്പ് മാത്രം എടുത്തിട്ട് താഴത്തെ പള്ളിയുടെ സ്കെച്ച് വരച്ച് ആ കോൺസെപ്റ്റ് വരയ്ക്കുന്നത് ഒരു 10 സെക്കൻഡ് കൊണ്ട് നടന്നതാണ്. അങ്ങനെയാണ് അരൂർ പള്ളിയുടെ ജനനം. കണ്ണമാലിപ്പള്ളി ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആ പൂവിൻ്റെ ആശയത്തിൽ നിന്നാണ് ഞാൻ അതിൻ്റെ പള്ളിയുടെ ഫ്രണ്ടിലെല്ലാം ഇങ്ങനെ ഒരു ആർച്ച് പോലെ കോൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ആ പള്ളി ഡിസൈൻ ചെയ്യുന്നത്. 96-97 കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറിൻ്റെ യുഗം. ഉടനെ തന്നെ കമ്പ്യൂട്ടർ മേടിച്ച് ആരും പഠിപ്പിക്കാതെ 3D ആനിമേഷനും 3D സ്റ്റുഡിയോയും പഠിച്ചു. 2-3 മണിക്കൂറിന് അറിയാവുന്ന വരകൾ മുഴുവൻ വരച്ച് ഞാൻ നിലത്തിരുന്ന വരക്കുന്നത്. എനിക്ക് മേശയെ കട്ടിലൊന്നുമില്ല, ഞങ്ങളെല്ലാവരും കൂലികളായതുകൊണ്ട് നിലത്താണ് കിടക്കേണ്ടത്. ഒരു ചിത്രം വരച്ചു, 3D വരച്ചപ്പോൾ പുള്ളി പറഞ്ഞു കാലത്ത് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അതിനുശേഷം സാർ ഒരു ചെക്ക് എഴുതുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ പോയത് 300 രൂപ ആയിരിക്കും. നല്ല ചെക്ക് എടുത്ത് നോക്കിയപ്പോൾ 3000 രൂപ. ഒരു ഡ്രോയിങ്ങിന് ഒരു രാത്രി കൊണ്ട് 3000 കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എന്നെ വാളോളം ഉയർത്തി. ഓഫീസ് തുടങ്ങി, പലക നിരയിട്ട കുഞ്ഞി സ്ഥാപനം. കേരളത്തിൽ അങ്ങോളം എല്ലാ ആർക്കിടെക്ചറിനും വേണ്ടി ട്രിവാൻഡ്രം തൊട്ട് കോഴിക്കോട് വരെ ആ കാലഘട്ടത്തിൽ എല്ലാ ആർക്കിടെക്ചറിനും 3D വരക്കലായിരുന്നു എൻ്റെ ഒരു വൻ കയറ്റത്തിന് സാധ്യത.